രക്ഷിക്കും, അവരെ ആപത്തിലേക്ക് വിടുകയില്ല. ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അവൻ്റെ കൽപ്പന നിത്യജീവൻ തന്നെയാണ്. അവൻ്റെ കൽപ്പന നിത്യജീവൻ തന്നെയാണ്. എന്നാൽ ആ നിത്യജീവൻ്റെ കൽപ്പന പ്രാപിക്കുന്നത് അനുസരിക്കാതെയും ഹൃദയകാഠിന്യത്തിലും ശാഠ്യത്തിലും മുഷിവോടുകൂടിയും സ്വമേധാഭാവത്തിലുമെല്ലാം അതിനെ ധിക്കരിച്ച് കടന്നു പോകുമ്പോൾ പിന്നെ വരുന്നത് ജീവൻ പ്രാപിക്കാൻ സാധിക്കാത്ത കൽപ്പനയും ചട്ടങ്ങളും വിധികളും ദൈവത്തെങ്കിൽ നിന്ന് വരും. അതുകൊണ്ട് ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന കൽപ്പനകൾ, നമുക്കനുസരിപ്പാൻ നമ്മോട് കൽപ്പിക്കുന്ന കൽപ്പനകൾ ദിനം പ്രതി നാൾതോറും നമുക്ക് തരുന്ന കൽപ്പനകൾ സൗമ്യതയോടെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ശാഠ്യം നീങ്ങട്ടെ, പ്രതികാരം നീങ്ങട്ടെ, എല്ലാ ഹൃദയകാഠിന്യങ്ങളും നീങ്ങട്ടെ. കാരണം ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വരുന്ന കൽപ്പന നമുക്ക് നിത്യജീവനായിരിക്കില്ല. സൗമ്യതയോടെ കൈക്കൊണ്ട് ആത്മാക്കളെ രക്ഷിപ്പാൻ മതിയായ വചനങ്ങളെ സൗമ്യതയോടെ കൈക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ശ്രദ്ധയോടെ ഇരുന്ന് പിതാക്കന്മാർ ദൈവത്തിൽ നിന്ന് യേശു കൽപ്പന പ്രാപിച്ചതുപോലെ തന്നെ സൗമ്യതയോടെ കൽപ്പനകൾ പ്രാപിച്ച്, അതിനാൽ ഹൃദയം സന്തോഷിച്ച്, അതിനാൽ കണ്ണുകൾ പ്രകാശിച്ച്, അനുസരിച്ച് നിത്യജീവൻ പ്രാപിച്ച് ദൈവത്തോടൊപ്പം എന്നേക്കും വസിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനായ ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ നമുക്കൊരു വചനഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യം വായിക്കാം. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. യേശു പറയുന്ന ഒരു വാക്കാണ്. പിതാവായ ദൈവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ കൽപ്പന നിത്യജീവനാണെങ്കിൽ അതനുസരിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനമാണ്. അടിസ്ഥാന പ്രമാണങ്ങളിൽ, തത്വങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ദൈവം കൽപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്നാകുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും, അവൻ നിത്യജീവനെ പ്രാപിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നിത്യജീവനായി തീരുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ അത് നിത്യജീവനായി തീരണം. അതിനുള്ള വഴി എന്താണ്? അതിന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം ഒരു കൽപ്പന ഒരു മനുഷ്യന് തന്നാൽ അതവൻ വിശ്വസിക്കണം. വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് തിന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. ആശിക്കുന്നത് എന്താണ്? നമ്മൾ 34-ാം സങ്കീർത്തനം വായിക്കുന്നത് പ്രകാരമാണ്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നത്. ലോകത്തിൽ ഭൂമി മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെങ്കിലും എല്ലാവരും നിത്യജീവന് വേണ്ടി കാക്ഷിക്കുന്നവരല്ല. എല്ലാവരും മരണത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും. മരണത്തിന് അധീനപ്പെട്ടവരാണ്. അവരുടെ ശരീരം ദ്രവത്വത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനം മരണത്തിൽ അവസാനിക്കും. എന്നാൽ നാളെ മരണപ്പെടുമെന്നുള്ള ഭയമോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിത്യജീവൻ പ്രാപിക്കണമെന്നോ മനുഷ്യന് താല്പര്യമില്ല. അല്ല, അങ്ങനെ ഒരു ചിന്ത അവനില്ല. അങ്ങനെ ഒരു ഹൃദയവിചാരം അവനിൽ വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്?
നാളെ എന്തായിത്തീരും, മരിച്ചതിന് ശേഷം മനുഷ്യനൊരു ജീവിതമുണ്ടോ, എന്തെങ്കിലും മരണത്തിൽ ശേഷിക്കുന്നുണ്ടോ, നാം ഇവിടെ ഈ ലോകത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി പ്രാപിക്കുന്ന സുഖവും സന്തോഷവും ദുഃഖവുമായി കഴിഞ്ഞുകൂടി ഇവിടെ വെച്ച് ഇത് അവസാനിച്ചു പോകുമോ? ഇതൊക്കെ താൽക്കാലിക ചിന്തയായിട്ട് ഓരോരുത്തരിലും ഉണ്ടാകുമെങ്കിലും സ്ഥിരമായ ചിന്ത ആരിലും ഉളവാകുന്നില്ല. എന്നാൽ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് പ്രകാരമാണ് നിത്യജീവനായി നിയമിക്കപ്പെട്ട ഒരു കൂട്ടരുണ്ട് ദൈവത്താൽ. എന്തുകൊണ്ടാണ് ഒരു കൂട്ടരെ നിയമിച്ചത്, എന്തുകൊണ്ടാണ് ഒരു കൂട്ടരെ നിയമിക്കാത്തത് എന്നുള്ളതെല്ലാം അത് നമുക്ക് മറ്റൊരു പഠനത്തിൽ പഠിക്കാം. അത് ചിന്തിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതും ഗ്രഹിച്ചിരിക്കേണ്ടതും തന്നെയാണ്. എന്നാൽ കൃപയാൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് ചിന്തിപ്പാനും ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം നമുക്കെന്ത് ഭവിക്കുമെന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായി. അതും ദൈവത്താൽ തന്നെയാണ്. അങ്ങനെ നാം ഇവിടെ ആയിരിക്കുക. അപ്പോഴാണ് വചനം പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം എങ്ങനെ വരുന്നു? വിശ്വാസം കേൾവിയാൽ വരുന്നു. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നുവെങ്കിൽ അവിടെയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കണം. ഒരാൾ വിശ്വസിച്ച് കഴിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാറ്റം എന്താ? എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഒരു സമയമായപ്പോഴേക്കും ഞാൻ അറിഞ്ഞ്, വിശ്വസ്തമായ ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിൽ നിന്നും ഞാൻ അറിഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ലഭിക്കുകയില്ല, അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി, എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന്. ഈ വാർത്ത ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ മുഖഭാവം മാറി, എൻ്റെ ശരീരത്തിൻ്റെ ആകെ ഉള്ള ഭാവം മാറി. എന്തുകൊണ്ട് എൻ്റെ മുഖഭാവം മാറി? മുഖഭാവം മാറിയെങ്കിൽ നിശ്ചയമായിട്ടും മനുഷ്യനിൽ ഏത് വന്നാലും, ഏത് അറിവ് വന്നാലും, ആത്മീകവും ഭൗതികവുമായിട്ടുള്ള എന്ത് ശരീരത്തിലേക്ക് പ്രവേശിച്ചാലും ഉടനെ അവൻ്റെ രക്തത്തിന് വ്യത്യാസം ഉണ്ടാകും. രക്തത്തിൻ്റെ വ്യത്യാസം മുഖത്ത് പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. മറ്റുള്ള ജീവികൾക്ക് ആ വ്യത്യാസം അറിവില്ല. മറ്റുള്ള ജീവികൾക്ക് ഒരു മൃഗത്തിൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെന്തെല്ലാം അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കില്ല. പക്ഷെ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ കാണാം. അത് മനുഷ്യൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകതയാണ്. അത് മനുഷ്യൻ്റെ മാത്രം ഉള്ള ഒരു പ്രത്യേകതയായിട്ട് നാം കാണുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നാം പഠിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പന ഒരാൾക്ക് ഉപകാരമായി വരണമെങ്കിൽ ആദ്യം അവൻ വിശ്വസിക്കണം. കൽപ്പന വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മുടെ ജീവന് വ്യത്യാസം വരും. കാരണം അത് ശരീരം മുഴുവനും വ്യാപരിച്ചുകൊണ്ടിരിക്കും. ലഭിച്ച ജ്ഞാനം, ലഭിച്ച കൽപ്പന അത് മാറ്റം വരുത്തും. എവിടെയൊക്കെ മാറ്റം വരുത്തും? 19-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 19-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നത് പ്രകാരമാണ്, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് അവിടെ. ദൈവം തരുന്ന കൽപ്പന വിശ്വസിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കും. രണ്ടാമത്തത് ഹൃദയത്തെ സന്തോഷിപ്പിക്കും.
ഹൃദയ സന്തോഷവും കണ്ണിൻ്റെ പ്രകാശവും. ആദ്യം പറഞ്ഞതുപോലെ കൽപ്പനയായിട്ട് കേട്ടതേ ഉള്ളൂ, അപ്പോൾ തന്നെ വ്യത്യാസം വന്നു. ദൈവം ഒരാൾക്ക് കൽപ്പന കൊടുത്തു കഴിഞ്ഞാൽ ആ കൽപ്പനയാൽ ഇത് സംഭവിക്കണം. നമ്മളിപ്പോൾ പഠിച്ചതുപോലെ ഒന്നാമത് അത് വിശ്വാസമായി പരിണമിക്കണം, രണ്ടാമത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കണം, മൂന്നാമത് അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ വന്നാൽ അവരുടെ ശരീരം മുഴുവനും ഈ കൽപ്പന വ്യാപരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സ്നാനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പെടാൻ പോകുന്നവരോട് പറയാറുള്ളത്, നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഈ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കും. വചനം വ്യാപരിക്കുന്നവരെ മാത്രമേ സ്നാനപ്പെടുത്താവൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നല്ല, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അവിടെ സ്നാനമല്ല, വിശ്വാസം. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമതാണ് വിശ്വാസം. അപ്പോൾ കൽപ്പന കേട്ടു, വിശ്വസിച്ചു, ഹൃദയം സന്തോഷിച്ചു, കണ്ണുകൾ പ്രകാശിച്ചു. ഇത്രയും മാറ്റം ദൈവത്തിൻ്റെ വചനത്താൽ വന്നവൻ ആ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞാൽ അത് ജീവനായി പരിണമിക്കുക. അവിടെയാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകും. നമ്മൾ കൽപ്പന വിശ്വസിച്ചു, കണ്ണുകൾ പ്രകാശിച്ചു, ഹൃദയം സന്തോഷിച്ചു എന്നുള്ളതൊക്കെ തന്നെ ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം കൂടെ കിട്ടാനുണ്ട്. യേശു തന്നെ ഇപ്പോൾ പറഞ്ഞ വാക്ക് പ്രകാരം നമുക്ക് നിത്യജീവനെയും കൂടെ കിട്ടണം. കൽപ്പന കേട്ടു, വിശ്വസിച്ചു, കണ്ണ് പ്രകാശിച്ചു, ഹൃദയം സന്തോഷിച്ചു. പലരും അതിൽ കൂടി നിന്നു പോകുന്നു. ഇന്ന് ലോകത്തിൽ അനേകർ തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണത്. കാരണം അവർ ലക്ഷ്യത്തിലെത്തിയെന്ന് വിചാരിക്കുന്നു, ഒരിക്കലും എത്തിയിട്ടില്ല. നിത്യജീവൻ ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ ഉറപ്പിനായിട്ട് യാക്കോബ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകും. നീ വചനം കേട്ടു, കൽപ്പന കേട്ടു, വിശ്വസിച്ചു, കണ്ണുകൾ പ്രകാശിച്ചു, ഹൃദയം സന്തോഷിച്ചു എന്നുള്ളതൊക്കെയും ശരി തന്നെയാണ്. നീ അതനുസരിച്ചില്ല എങ്കിൽ, അതിന് പ്രവർത്തിച്ചില്ല എങ്കിൽ ജീവൻ കിട്ടില്ല. നിത്യജീവൻ അനുസരണത്തിലാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി. അനുസരണം കൂടാതെ ഒരു മനുഷ്യനും നിത്യജീവൻ പ്രാപിക്കുന്നില്ല. കാരണം അനുസരണക്കേടിനാലാണ് മനുഷ്യന് നിത്യജീവൻ നഷ്ടപ്പെട്ടത്. അത് അനുസരണത്താലല്ലാതെ ഒരിക്കലും തിരികെ ലഭിക്കുകയില്ല. അല്ലാതുള്ള ഉപദേശമൊക്കെയും പൈശാചികമാണ്, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, വചനം കേട്ട് മാനസാന്തരപ്പെട്ടാൽ മതി എന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ വാക്കുകളിൽ മനുഷ്യനെ സന്തോഷിപ്പിക്കാനും ദൃഷ്ടി സേവയ്ക്കും വേണ്ടിയിട്ടുള്ള വാക്കുകൾ മാത്രമാണ്. യാഥാർത്ഥ്യത്തിന് അതിനോട് ബന്ധമൊന്നുമില്ല. യാഥാർത്ഥ്യമെന്ന് പറയുന്നത് യേശു പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൽപ്പന, ദൈവമേ പിതാവേ നിൻ്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയും. ആ നിത്യജീവൻ്റെ കൽപ്പന മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ അവർ അത് വിശ്വസിക്കുന്നുവെങ്കിൽ അത് അവരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. വിശ്വസിച്ച വചനം അവരെ കണ്ണുകളെ പ്രകാശിപ്പിക്കും, ഹൃദയത്തെ സന്തോഷിപ്പിക്കും. അനുസരിക്കുന്നുവെങ്കിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമെന്ന് പറയുന്നതിന് വിപരീതം പ്രവൃത്തിയുള്ള വിശ്വാസം ജീവനായി പരിണമിക്കും. ആ ജീവനാണ് നിത്യജീവൻ. കർത്താവിന് സ്തോത്രം. ഇന്ന് നിത്യജീവൻ പ്രാപിപ്പാൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിത്യജീവൻ പ്രാപിച്ചവരാണ് നാം. ആ ജീവൻ നമ്മിലുണ്ട്. നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും.
എന്നാൽ ഇന്നിവിടെ നമ്മൾ ചിന്തിച്ച വചനത്തിനൊരു പൊരുളുണ്ട്. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കൽപ്പന നിത്യജീവനാണ്. ദൈവം പറയുന്ന കൽപ്പനയ്ക്ക് നിത്യജീവൻ, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ എല്ലാ കൽപ്പനകളും നിത്യജീവനായി തീരുന്നില്ല. അതെന്താ? അതെന്തുകൊണ്ട്? അവിടെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രദ്ധയോടെ ഗ്രഹിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചന കൽപ്പന നിത്യജീവനായി പരിണമിക്കുന്നില്ല. ആർക്കൊക്കെ? നമ്മൾ പഠിക്കുന്നുണ്ട്, മോശ ജനത്തിന് കൽപ്പന കൊടുത്തു, ഒരു വിവാഹം കഴിച്ചാൽ ആ ഭാര്യയെ തന്നോട് കൂടെ ജീവിപ്പാൻ സാധ്യമല്ലാന്ന് ഒരു മനുഷ്യന് തോന്നിയാൽ ഉപേക്ഷണ പത്രം കൊടുത്താൽ, അതായത് നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, അതിന് ഒരു തക്കതായ ഒരു കാരണവും കണ്ടെത്തി ആ ഉപേക്ഷണ പത്രത്തോടു കൂടി ഭാര്യയെ ഉപേക്ഷിച്ച് കളയും. ഇത് നീതിയുള്ള പല മനസ്സിനും അന്നത്തെ കാലത്ത് തന്നെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൽപ്പനയാണ്, മിണ്ടാൻ നിർത്തിയില്ല. ഓരോരുത്തരും 1, 2, 6, 7, 10 തങ്ങൾക്ക് തോന്നിയതുപോലെ ഒരു സമൂഹം, ഒരു കൂട്ടത്തെ തന്നെ ഭാര്യമാരാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം അനേക നീതിയുള്ള മനസ്സുകളിൽ അന്നും നൊന്തിട്ടുണ്ട്. അന്നും ദൈവഭയമുള്ള ജീവിതത്തിൽ അന്നും പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരിക്കലും അങ്ങനെയല്ല. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു. ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ തന്നെ മാലാഖി പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ദൈവം ഉപേക്ഷണം വെറുക്കുന്നവനാണ്. ഒരിക്കലും വിവാഹബന്ധത്തിൽ ഒരു സ്ത്രീയെ കൂടെ ചേർത്തതിന് ശേഷം അവളെ ഉപേക്ഷിച്ച് കളയാൻ വ്യവസ്ഥയില്ല. അവർ രണ്ടും ഒന്നായിത്തീരുകയാണ്. ഒരു ദിവസത്തേക്കല്ല, മരണം അവരെ വേർപിരിക്കും വരെ. അതിന് ദൈവം സാക്ഷിയായിരിക്കും. ദൈവത്തിൻ്റെ ആഗ്രഹവും അതാണ്. അതങ്ങനെ സൂക്ഷിക്കുന്നവരെ ദൈവം മാനിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ മോശ മുഖാന്തരം ദൈവം കൽപ്പന കൊടുത്തല്ലോ, മോശ കൽപ്പിച്ചതല്ലോ. ഉപേക്ഷണ പത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കാമെന്ന് ഉപേക്ഷണ പത്രം കൊടുത്തത് മോശയല്ലല്ലോ, മോശ മുഖാന്തരം ദൈവമല്ലേ കൊടുത്തേ? അതെ. അതെന്താണെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നതാണ്. മനുഷ്യൻ്റെ ഹൃദയമെന്ന് പറയുന്നത് കാഠിന്യമുള്ളതാണ്. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള കൽപ്പന, ദൈവത്തിൻ്റെ വചനം അതിൻ്റേതായ അർത്ഥത്തിൽ കലർപ്പില്ലാതെ യാതൊരു തരത്തിലും അത് ദൈവം ഉദ്ദേശിച്ച ദൈവത്തിൻ്റെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവത്തിൻ്റെ ഹിതപ്രകാരം അയക്കുന്ന കൽപ്പന മനുഷ്യന് പ്രാപിപ്പാൻ പലപ്പോഴും സാധിക്കില്ല. കാരണം അവൻ്റെ ഹൃദയകാഠിന്യമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ എപ്പോഴും ഓർത്തുകൊള്ളണം, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി കർത്താവെ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുമ്പോൾ, നാം എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ അകത്തേക്കൊന്ന് നോക്കണം. ഞാൻ ആരോടാണ് ചോദിച്ചത്? സകലതും അറിയുന്ന ദൈവത്തോടാണ് ഞാൻ ചോദിച്ചത്, ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഹൃദയകാഠിന്യമുള്ള കൽപ്പന, ഹൃദയകാഠിന്യമുള്ളവർക്ക് നൽകുന്ന കൽപ്പന ദൈവത്തിന് പ്രസാദമല്ല. ദൈവം അങ്ങനെയുള്ളവർക്ക് ജീവിപ്പാൻ
സാധ്യമല്ലാത്ത ചട്ടങ്ങളും കൽപ്പനകളും കൊടുക്കും. അതാണ് യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിൻ്റെ 23, 24 വാക്യങ്ങൾ, 22, 23, 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിന് അവിടെ ഒരു കാര്യം മനസ്സിലാകും. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വാക്യങ്ങൾ. എങ്കിലും ഞാൻ എൻ്റെ കൈ പിൻവലിക്കുകയും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് അത് നിമിത്തം പ്രവർത്തിക്കുകയും ചെയ്തു. അവർ എൻ്റെ വിധികളെ അനുഷ്ഠിക്കാതെ എൻ്റെ ചട്ടങ്ങളെ ധിക്കരിച്ച് എൻ്റെ ശബ്ദങ്ങളെ അശുദ്ധമാക്കുക. കർത്താവിന് സ്തോത്രം. ഒരു കൂട്ടം ജനം ദൈവത്തിൻ്റെ ചട്ടങ്ങളും വിധികളും അനുസരിക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും വിധികളെയും എല്ലാം ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുക. കൊടുത്തത് നമ്മൾ ആദ്യം കേട്ടതുപോലെ ദൈവം പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി ഒരു കൽപ്പന കൊടുത്തു, ചട്ടങ്ങളും കൽപ്പനകളും എല്ലാം കൊടുത്തു. അത് കേൾക്കുന്നവർ വിശ്വസിച്ച് അവരുടെ കണ്ണുകൾ പ്രകാശിച്ച് അവരുടെ ഹൃദയം സന്തോഷിച്ച് അവർ അനുസരിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം കൊടുത്ത ചട്ടങ്ങളും കൽപ്പനകളും ഒന്നും പ്രമാണിച്ചില്ല. അവരത് പ്രമാണിക്കുകയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ അടുത്ത് വായിക്കുന്നത്. അവർ എൻ്റെ വിധികളെ അനുസരിക്കാതെ ചട്ടങ്ങളെ ധിക്കരിച്ച് എൻ്റെ ശബത്തുകളെ അശുദ്ധമാക്കുകയും അവരുടെ കണ്ണ് അവരുടെ പിതാക്കന്മാരുടെ വിഗ്രഹങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് രാജ്യങ്ങളിൽ ചിതറിച്ചു കളയുമെന്ന് മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി അവരോട് സത്യം ചെയ്തു. ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ഞാൻ അവർക്ക് രണ്ടാമതാണ് വരുന്നത് കൊള്ളരുതാത്ത ചട്ടങ്ങൾ, പിന്നെ ജീവൻ രക്ഷ പ്രാപിക്കാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു. പിന്നെ വരുന്ന കൽപ്പനയാണ്, രണ്ടാമതൊരു കൽപ്പനയുണ്ട്. പലപ്പോഴും നമ്മൾ പറയില്ലേ, നമ്മൾ ചിന്തിക്കില്ലേ, ദൈവം പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്, ദൈവം പറഞ്ഞിട്ടാണ് അവനത് ചെയ്തത്, ദൈവം കൽപ്പിച്ചിട്ടാണ് അത് ചെയ്തത്, പിന്നെ എന്താ അവനങ്ങനെ വന്നേ? പിന്നെ എന്തുകൊണ്ടാണോ അവനങ്ങ് സംഭവിച്ചത്? അതിനുള്ള ഉത്തരമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേട്ടത്. ഹൃദയകാഠിന്യം. ദൈവത്തിൻ്റെ കൽപ്പന പ്രാപിക്കുന്നവൻ അത് പ്രാപിക്കുന്ന ഹൃദയാവസ്ഥയുണ്ട്. അത് ഏറ്റവും പ്രധാനമാണ്. നിത്യജീവൻ പ്രാപിപ്പാൻ തരുന്ന കൽപ്പന അനുസരിക്കാതെ ധിക്കരിക്കുകയും ദൈവത്തിന് വിരോധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യും എന്ന് ദൈവം കാണുമ്പോൾ പിന്നെ വരുന്നത് ഇവനൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്തതായ കൽപ്പന പിന്നെ വരുന്നു. അത് തന്നെയാണ് ശിമെയിക്കൊക്കെ സംഭവിച്ചത്. കാരണം ശിമെയി ദാവീദ് തൻ്റെ മകനായ അബ്ശാലോം രാജകുമാരൻ ദാവീദിനോട് മത്സരിച്ച് ദാവീദിനെ കൊല്ലാൻ ഭാവിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുവാൻ പോകുന്ന വഴിക്ക് ശിമെയി നോക്കുമ്പോൾ ഓടുന്ന രാജധാനിയിൽ നിന്ന് ഒളിച്ചോടുന്ന രാജാവിനെയാണ് കാണുന്നത്. ഇത് തക്ക സമയമെന്ന് കരുതി അവൻ ശപിക്കാനും നീച പോ മുതലായിട്ടുള്ള ഹീന വാക്കുകൾ പറഞ്ഞ് രാജാവിനെ കല്ലെറിയാനും തുടങ്ങി. അപ്പോൾ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്ന അബീശായി പറഞ്ഞു, ചത്ത നായെപ്പോലെ ഇരിക്കുന്ന ഇവൻ യജമാനായ രാജാവിനെ നിന്ദിക്കുന്നതെന്ത്? ഞാൻ ചെന്ന് അവൻ്റെ തല വെട്ടിക്കളയട്ടെ. ദാവീദ് പറഞ്ഞു, സെരൂയയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും തമ്മിലെന്ത്? അവൻ ശപിക്കട്ടെ. നിനക്കറിയാമോ, ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്നു എന്നെ ശപിക്കാൻ. നീ ചെന്ന് ദാവീദിനെ ശപിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നത് സർവശക്തനാണ്, നമ്മുടെ ദൈവമാണ്, നീതിയുള്ള ദൈവമാണ്. അപ്പോൾ അത് ശിമെയി ചെയ്യുന്നത് ദൈവവേലയാണോ? ശിമെയി ചെയ്യുന്നവരെ അതെ, വേല തന്നെയാണ്, ദൈവവേല തന്നെയാണ്. പക്ഷേ ദൈവവേലയിൽ തന്നെ രണ്ട് വശമുണ്ട്.
ദൈവത്തിൻ്റെ കൽപ്പനയിൽ തന്നെ രണ്ട് വശമുണ്ട്. ഒന്ന് നിത്യജീവൻ പ്രാപിക്കാവുന്നതും, ഒന്ന് ഒരിക്കലും നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കാത്തതും, അതായത് മരണപ്പെടുന്നതും. ശിമയി അതിനാൽ നിത്യജീവൻ പ്രാപിച്ചില്ല. ശിമയി അത് ചെയ്തു. അതിനാൽ അവൻ നാളുകൾക്ക് ശേഷം അവനത് മരിച്ചു പോകാനിടയായി. അവനെ കൊന്നുകളയാനിടയായി. കർത്താവിന് സ്തോത്രം. ഇതാണ് ദൈവത്തിൻ്റെ വചനം. ഇന്ന് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. 200 രൂപ അല്ലെങ്കിൽ 300 രൂപ കൊടുത്താൽ ഒരു വേദപുസ്തകം കിട്ടും. അത് വായിക്കാം. ആ പുസ്തകം വായിച്ചാൽ വചനം കിട്ടും. പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാവുന്നതാണ്. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ ദൈവത്തിൻ്റെ വചനം പാലാണ്, ആഹാരമാണ്, കട്ടിയുള്ള ആഹാരമാണ്. ഇത് പ്രാപിക്കുന്നവൻ അതിൻ്റെതായ വ്യവസ്ഥയുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് പ്രകാരമാണ്: നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിയുന്നതുമായ ഉൾനട്ട വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും. മനുഷ്യന് വചനം കൈക്കൊള്ളുന്നത് സൗമ്യതയോടെ ആയിരിക്കണം. ആരാ സൗമ്യം എന്ന് പറയുന്നത്? സൗമ്യം എന്ന് പറയുന്നത് ആരാ? സൗമ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവൻ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ദൈവം ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്ന പഠനമുണ്ട്. വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നു ഏറ്റവും വലിയ പഠനമാണ്. ലോകത്തിലുള്ള മനുഷ്യർ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറാകാൻ, എൻജിനീയറാകാൻ, സയൻറ്റിസ്റ്റാകാൻ, ഉന്നത ബിരുദം പ്രാപിക്കാൻ പല പല പഠനങ്ങളാണ്, പല ലക്ഷ്യങ്ങളാണ്. കാരണം അതെല്ലാം കഴിഞ്ഞാൽ അതിനൊരു ജോലി കിട്ടും. ആ ജോലി എന്ന് പറയുന്നത് അതിൻ്റെ സമൂഹത്തിൽ അവന് സ്ഥാനം കൽപ്പിക്കുന്നത് ആ ജോലിയുടെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അങ്ങനെയാണ് കളക്ടറാകുന്നതും ഡോക്ടറാകുന്നതും രാജ്യത്ത് ഉന്നത പദവിയിലൊക്കെ എത്തുന്നത്. അങ്ങനെയാണ്. ഒരിക്കലും ആ പദവിയിൽ എത്തുന്നതിന് മുമ്പ് ഒരു പഠനമില്ലാതെ സാധിക്കില്ല. ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പഠനം 2 കാര്യങ്ങൾക്കാണ് തുടക്കത്തിൽ: സൗമ്യതയും താഴ്മയും. ക്രിസ്തുയേശുവിലുണ്ടായിരുന്ന ആ 2 ഭാവം, സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. സൗമ്യതയുള്ളവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്. യഹോവയുടെ ഇഷ്ടം ചെയ്യുന്ന ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ എന്നാണ് വചനം. സൗമ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാ. അങ്ങനെയുള്ളവർക്ക് ഹൃദയകാഠിന്യം ഉണ്ടാവില്ല. ആദ്യം പറഞ്ഞതുപോലെ ഹൃദയകാഠിന്യം അവർക്കുണ്ടാവില്ല. രണ്ടാമത് ശിമയിയുടെ കാര്യം പറഞ്ഞതുപോലെ നീരസപ്പെട്ടും ഹൃദയത്തിൽ പകവെച്ചും കൊണ്ട് അവരിയ്ക്കില്ല. അവർക്കൊരൊറ്റ ചിന്തയേ ഉള്ളൂ: ദൈവത്തിൻ്റെ ഇഷ്ടം എന്തോ അത് നടക്കണം. അതാ സൗമ്യന്മാരുടെ പ്രത്യേകത. സൗമ്യനോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മനുഷ്യരോട് സകല വിധത്തിലുള്ള മനുഷ്യരുണ്ടെങ്കിലും സൗമ്യന്മാരോട് ദൈവം വചനം അരുളി ചെയ്യുന്നത്, ആ അരുളി ചെയ്യുന്ന വചനത്താൽ അവൻ നിത്യജീവൻ പ്രാപിച്ചിരിക്കും. കാരണം സൗമ്യൻ മാത്രമാണ് ദൈവത്തിൻ്റെ വചനം അപ്രകാരം തന്നെ വിശ്വസിക്കുന്നത്.
അത് നിമിത്തം അവൻ്റെ കണ്ണുകൾ പ്രകാശിക്കും. അത് നിമിത്തം അവൻ്റെ ഹൃദയം സന്തോഷിക്കും. അവൻ അത് പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കും. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിക്കും. അവൻ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രാപിക്കുമ്പോൾ നമുക്ക് വേണ്ട അടിസ്ഥാന യോഗ്യതയാണ് സൗമ്യത. ശൗലിനോട് പറഞ്ഞു, ശൗല് ജനിച്ചതും ശൗലിനെ വിളിച്ചതും ശൗലിനെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചതും ഇതൊറ്റ കാര്യം മാത്രമാണ്, അമാലേക്കരെ സംഹരിച്ചു കളയണം. അമാലേക്കരെ കൊല്ലണം എന്നുള്ളത് തന്നെയാണ് ശൗലിനെ കുറിച്ചുള്ള ചിന്ത. അവനെ വിളിച്ചപ്പോഴുള്ള അഭിഷേകത്തിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അങ്ങനെ ദൈവം അവസാനം കാര്യം പറഞ്ഞു, ശൗലെ, നിന്നെ വിളിച്ചിരിക്കുന്നത് അമാലേക്കരെ സംഹരിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നീ ചെന്ന് അമാലേക്കരായ പാപികളെ നിർമൂലമാക്കി കളകാം, യുദ്ധം ചെയ്ത് അവരെ ഇല്ലാതാക്കി കളകാം. സന്തോഷത്തോടെ പോയി. കർത്താവിന്റെ സ്തോത്രം. നമ്മൾ വചനത്തിൽ നിന്ന് കേട്ടല്ലോ, 3 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, ആ കേട്ട വചനം അവൻ വിശ്വസിക്കണം. അത് കണ്ണുകൾ അതുകൊണ്ട് പ്രകാശിക്കണം. അതവൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ അപ്പം തന്നെ സംഭവിക്കണം. അടുത്തത്, ചെന്ന് അമാലേക്കരെ മുഴുവനും സംഹരിച്ച് മടങ്ങി വന്നാൽ ഇതാ നിത്യജീവനുമാണ്. പിന്നെ ശൗലാരാന്നറിയാവോ? കർത്താവിന്റെ സ്തോത്രം. അത്ര ഭയങ്കരമാണ് ദൈവത്തിൻ്റെ കൽപ്പന ഒരാൾക്ക് ലഭിക്കുക എന്നുള്ളത്. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നവൻ അവനെ സ്നേഹിക്കുന്നവനാകും. ആദ്യം ദൈവത്തിൻ്റെ കൽപ്പന ലഭിക്കണം, അത് പ്രമാണിക്കണം. അവനുള്ളതാണ് നിത്യജീവൻ. യാത്ര ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, ഈ കൽപ്പന പ്രാപിക്കുമ്പോൾ എങ്ങനെ പ്രാപിക്കണമായിരുന്നു? നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ തക്കതായ ഉൾനട്ട വചനത്തെ സൗമ്യതയോടെ കൈക്കൊള്ളണമായിരുന്നു. സൗമ്യതയോടെ കൈക്കൊള്ളുന്ന ഒരു വചനം ഒരാൾ അനുസരിക്കാതിരിക്കില്ല. സൗമ്യതയോടെ കൈക്കൊള്ളുന്ന ഒരു വചനം ഒരു മനുഷ്യൻ അനുസരിക്കാതിരിക്കില്ല. സൗമ്യതയ്ക്ക് വിപരീതമായിട്ട് എന്താ ഉള്ളത്? ഒരാൾക്കിൽ സൗമ്യത ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ സൗമ്യതയ്ക്ക് വിരോധമായിട്ട് ഒരു മനുഷ്യനിലുള്ളത് എന്താ? അല്ലെങ്കിൽ ഈ ദൈവം സൗമ്യത പഠിപ്പിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും മുഖ്യമുള്ള കാര്യം എന്താണ്? അതിൻ്റെ അർത്ഥം നോക്കിയാൽ മതി. സൗമ്യത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. തൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് സൗമ്യത. തനിക്കിഷ്ടം ഇന്ന് കോട്ടയത്തേക്ക് പോകാനാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നു നീ എറണാകുളത്തേക്ക് പോകാനാണ്. താൻ കോട്ടയത്ത് പോയിട്ട് 100 കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രതീക്ഷയിലിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ അതോടെ നിർത്തി. യേശു പറഞ്ഞതുപോലെ, പിതാവെ, കഴിയുമെങ്കിൽ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണം, എന്നെ വിടുവിക്കണം. അപ്പോൾ യേശുവിൻ്റെ ഇഷ്ടം ഇന്നിപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അതിവേദനയിൽ വേദനപ്പെട്ടപ്പോൾ വ്യാകുലപ്പെട്ടപ്പോൾ അവൻ പ്രാർത്ഥിച്ചതാണ്, കഴിയുമെങ്കിൽ ഈ നാഴികയിൽ നിന്ന് എന്നെ വിടുവിക്കണം. എങ്കിലും അപ്പോൾ തന്നെ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. അവൻ ആരാണ്? അവൻ സൗമ്യനാണ്. അതാണ് വചനം പറയുന്നത്, നിന്റെ സൗമ്യത ഞങ്ങളെ വലിയവരാക്കി. ആ സൗമ്യതയാണ് ഇന്ന് നമ്മളിവിടെ ഈ സ്ഥാനത്ത് നിൽക്കാനുള്ള കാരണം. ഇന്ന് ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കാനുള്ള കാരണം അതാണ്. ഇന്ന് സഭ രൂപം കൊണ്ടതിൻ്റെ കാരണം അതാണ്, ആ സൗമ്യതയാണ്. ദൈവസഭ ഇന്ന് നിലനിൽക്കുന്നതിന് കാരണം അതാണ്, ആ സൗമ്യതയാണ്. ഇന്ന് ദൈവസഭ തഴയ്ക്കാൻ, ദൈവസഭ നിലനിൽക്കാൻ തടസ്സമായി നിൽക്കുന്നതും ഇന്ന് സൗമ്യതയില്ലായ്മയാണ്. പഠിച്ചിട്ടില്ല. എത്ര പഠിച്ചാലും അത് പഠിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടമുണ്ട്. തന്നിഷ്ടം സ്ഥാപിക്കണം, തൻ്റെ ഉള്ളിലെ ഹിതം സ്ഥാപിക്കണം. ഇതിനു വേണ്ടി തന്നെ മനുഷ്യൻ ഓടുമ്പോൾ സൗമ്യത അകന്നു നിൽക്കുന്നു.
സൗമ്യത അകന്നു നിൽക്കുന്നു. ദൈവത്തിന് തൻ്റെ ഇഷ്ടം ചെയ്യാൻ സാധിക്കുന്നില്ല. ദൈവം നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലാതെ. ഇന്ന് നമ്മുടെ സഭയിൽ ഒരു കാര്യങ്ങൾ നടക്കണം, ചില കാര്യങ്ങൾ നടക്കണം. ദൈവം ആഗ്രഹിക്കുക. ആര് ചെയ്യും? 100 അംഗങ്ങളുള്ള സഭയാണ്. ആരെക്കൊണ്ട് ഞാനത് നിവർത്തിക്കും? 100 പേരുണ്ട്. എല്ലാവരും ഭയങ്കര കാര്യങ്ങളൊക്കെ പറയാൻ സാക്ഷ്യമുള്ളവരാണ്. പക്ഷെ ഒറ്റയാൾ പോലും സ്വന്തം ഇഷ്ടം വിടാൻ തയ്യാറില്ല. കർത്താവിൻ്റെ വചനം പറയുന്നത് അവരോട് കൽപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുന്നില്ല. ദൈവം കൽപ്പിക്കുന്ന വചനം സൗമ്യതയോടെ കൈക്കൊള്ളാൻ ആരും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ദൈവേഷ്ടം ചെയ്യാൻ സാധിക്കാതെ നിത്യജീവനിൽ നിന്ന് അകന്ന് ദൈവസഭ വല്ലാത്ത നിലയിലായി പോകുന്ന അവസ്ഥ അതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ശൗല് പോയി ഓർത്തുകൊള്ളണം. ഞാൻ ആരുടെ കൽപ്പനയാണ് പ്രാപിച്ചത്? ദൈവത്തിൻ്റെ. വ്യവസ്ഥ എന്താണ്? ഇത് ഞാൻ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ഹൃദയം സന്തോഷിക്കും, കണ്ണുകൾ പ്രകാശിക്കും. ഞാൻ ഈ വചനം സൗമ്യതയോടെ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. പക്ഷേ ഞാനൊരു കാര്യം ഓർത്തുകൊള്ളണം. റോമാലേഖനം 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നുള്ളൊരു പ്രമാണം കാണുന്നു. എൻ്റെ ഉള്ളിൽ വേറൊരു പ്രമാണമുണ്ട്. വേറൊരുത്തനെ ഇരിപ്പിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ വേറൊരാൾ ഇരിക്കുന്നുണ്ട്. അതാരാ? യേശു യെരുശലേമിൽ വലിയ അത്ഭുതങ്ങളെല്ലാം ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ അനേകർ വിശ്വസിച്ചു. ഇത് ശരിയാട്ടോ, ഇത് മശിഹ തന്നെയാട്ടോ. എല്ലാ കാര്യങ്ങളും കണ്ട് അതിശയിച്ച് അവർ വിശ്വസിച്ചു. എന്നാൽ യേശുവോ ആരുടെ കയ്യിലും തന്നെത്താൻ വിശ്വസിച്ചേൽപ്പിച്ചില്ല. ആരുടെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനായി പിറന്ന ഒരാളുടെ കയ്യിലും, താൻ ഏറ്റവും സ്നേഹിക്കുന്ന യോഹന്നാൻ്റെ കയ്യിലും, തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന പത്രോസിൻ്റെ കയ്യിലും തന്നെത്താൻ വിശ്വസിച്ചേൽപ്പിച്ചില്ല. കാരണം മനുഷ്യനിൽ സ്വതവേ ഉള്ളത് എന്തെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഇതിൻ്റെ അകത്ത് എന്തായിരിക്കണമെന്നറിയാം. അവനൊരു ഇഷ്ടമുണ്ട്, ഒരു കണക്കൂട്ടലുണ്ട്, അവനൊരു കാര്യമുണ്ട്. നിത്യജീവനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഓർക്കേണ്ടത്, നല്ലൊരു കാര്യം കർത്താവ് കൽപ്പിച്ചു, ഞാനത് സൗമ്യതയോടെ കൈക്കൊണ്ടപ്പോൾ, ഞാനത് നിവർത്തിക്കാനായിട്ട് പോകുമ്പോൾ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം ഓർത്തുകൊള്ളണം. തിന്മ എൻ്റെ പക്കലുണ്ട്. സൗമ്യതയുള്ളവൻ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ആ സ്വന്തം ജഡത്തിലുള്ളവൻ തന്നിഷ്ടം പ്രവർത്തിക്കാനായിട്ട് പ്രവർത്തിക്കും, പ്രേരിപ്പിക്കും. അതോർത്തില്ല, അത് ചിന്തിച്ചില്ല. അതവൻ്റെ പാപമായിരുന്നു. ശൗലിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ശൗലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുജനത്തെ മാനിച്ച് ദോഷം ചെയ്യും. ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ജനം എല്ലാം കൂടെ കൂടിയതിന് ശേഷം പറഞ്ഞു, അത് വേണ്ട രാജാവേ, അത് ചെയ്യണ്ട. രാജാവാണ്, വാളുണ്ട്, അധികാരമുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പൊതുജനം പറയുകയാണ്, തൻ്റെ കയ്യിലിരിക്കുന്ന വാളിനേക്കാൾ, തന്നെ അഭിഷേകം ചെയ്ത ദൈവത്തെക്കാൾ, തനിക്ക് കർത്താവ് തന്ന എല്ലാ ഉപകാരത്തെക്കാൾ ജനത്താലുള്ള മാനം അതവൻ്റെ സ്വമേധാ പാപമാണ്. എല്ലാ മനുഷ്യർക്കും ഉണ്ടത്. സ്വന്തം പാപം എന്ന് പറഞ്ഞൊരു ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇത് തമ്മിലാണ് യുദ്ധം. ഇന്ന് മനുഷ്യൻ വിചാരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2 ശക്തികൾ തമ്മിലുള്ള യുദ്ധം. ഒന്ന് ഉള്ളിൽ സൗമ്യതയുള്ളവനും, ഒന്ന് സ്വന്തം പാപവും. തന്നിഷ്ടം ചെയ്യുന്ന സ്വന്തം പാപവും, ജഡത്തിന് ഇഷ്ടം ചെയ്യുന്ന സ്വന്തം പാപവും. ഇത് തമ്മിലുള്ള യുദ്ധമാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ആ പ്രവർത്തനം ആ യുദ്ധത്തിന് പോയി, യുദ്ധം ജയിച്ചു, കുറേ പേരെ വേർതിരിച്ചു.
ജനമെല്ലാവരും കൂടെ പറഞ്ഞ് എല്ലാത്തിനെയും നശിപ്പിച്ച് കളയണ്ട, കൊഴുത്തതിനെയും അതിൽ മികവുള്ളതിനെയും ദൈവത്തിന് യാഗം കഴിയാൻ കൊണ്ടുപോകാം. ദൈവത്തിന് യാഗം കഴിക്കാൻ നിർമൂലമാക്കി കളയണമെന്ന് പറഞ്ഞു വിട്ടതാ. അമാലേക്യരുടെ രാജാവായ ആഗാഗിനെ ജീവനോട് പിടിച്ചു. എന്നാ പിന്നെ അല്ല, കൊല്ലണേ എന്തിനാ? കൊല്ലണ്ട. ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൽപ്പന അനുസരിച്ചു, ഇഷ്ടമനുസരിച്ചു. ദൈവത്തിൻ്റെ അല്ല മനുഷ്യൻ ജനത്തെ അനുസരിച്ചു. കർത്താവിന് സ്തോത്രം. ഇന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം സൗമ്യതയോടെ കൈക്കൊണ്ട് അത് വിശ്വസിച്ച് അത് ഹൃദയത്തെ സന്തോഷിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിച്ച് ജഡത്തെ ദണ്ഡിപ്പിച്ച് വചനം പറയുന്നത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടു പോകുകയും വരും. ഒരാൾ സൗമ്യതയുടെ വചനം കൈക്കൊണ്ട് അതനുസരിക്കാനായിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ദുഷ്കർമ്മി വരും. മനുഷ്യനായി പറഞ്ഞ ഏതെങ്കിലും ഒരു ദുഷ്കർമ്മി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വരും. ഓർത്തുകൊള്ളണം, വചനം പറയുന്നത് സൗമ്യതയോടെ പ്രാപിച്ച വചനം, ഞാൻ വിശ്വസിച്ച വചനം, എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച വചനം, എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച വചനം. ഇതാ ഞാനിത് അനുസരിക്കാൻ പോകുമ്പോൾ ഈ അനുസരണത്തോട് കൂടി എനിക്ക് കിട്ടുന്നത് ബാക്കിയൊരു ഭാഗമാണ്, നിത്യജീവനാണ്. അത് ഞാൻ പ്രാപിക്കണം. മറ്റ് ഈ സമയത്ത് ഏതെങ്കിലും ദുഷ്കർമ്മിയോ മറ്റേതെങ്കിലും സാഹചര്യമോ സ്വന്തം പാപമോ അതിൽ നിന്ന് എന്നെ തെറ്റിക്കാനായിട്ട് വരും എന്നറിഞ്ഞ് വേണം അതിലേക്ക് പോകാൻ. അത് ചെയ്തില്ല. ശൗൽ അനുസരണക്കേട് കാണിച്ചു. അതിനാൽ അവൻ വീണുപോയി. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കർത്താവ് പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. എന്താണ് യേശു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. പിതാവേ, നിൻ്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു. അത് നമുക്കും അങ്ങനെ തന്നെയാണ്. അത് നിത്യജീവനായി തീരാത്തതിൻ്റെ കാരണം, നിത്യജീവനായി പരിണമിക്കാത്തതിൻ്റെ കാരണം ആ കൽപ്പന സൗമ്യതയോടെ കൈക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം ഹൃദയകാഠിന്യം. അതുപോലെ തന്നെ നീരസപ്പെട്ടിരിക്കുന്ന, മുഷിഞ്ഞിരിക്കുന്ന അവസ്ഥ. മറ്റൊന്ന് മുറുകെ പറ്റുന്ന പാപം, സ്വമേധാ പാപം. അവർക്കൊന്നും കൽപ്പന അനുസരിക്കാൻ സാധിക്കില്ല. അവർക്ക് കൊടുക്കുന്ന കൽപ്പന തന്നെ വേറെയാണ്. നമ്മൾ ചിന്തിക്കും, ഒരിക്കൽ ശമൂവേൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് ഒരു ആലോചന പറഞ്ഞു. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ ആലോചന പ്രകാരമാണ്, നിങ്ങൾ യുദ്ധത്തിന് പോയിക്കോ, ഫെലിസ്തീർ നമുക്കെതിരെ വരുന്നുണ്ട്, അവരോട് യുദ്ധത്തിന് പോയിക്കൊള്ളാം. സംശയിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകന്മാരിൽ ഒരാളാണ് ശമൂവേൽ. ദൈവത്തിൻ്റെ വിശ്വസ്തനാണ്, ദൈവത്തിൻ്റെ ആലോചന അങ്ങനെ തന്നെ അറിയിക്കുന്നവനാണ്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണ്. അങ്ങനെ അനവധി പേരുകൾ അദ്ദേഹത്തിനുണ്ട്. ശമൂവേൽ പറഞ്ഞ് യുദ്ധത്തിന് പോയിക്കൊള്ളാം. എല്ലാവരും കൂടെ യുദ്ധത്തിന് പോയി. ഏലി പുരോഹിതൻ്റെ 2 മക്കൾ പെട്ടകം എടുത്ത് പോയി യുദ്ധത്തിന് ചെന്നപ്പോൾ ഇസ്രായേൽ തോറ്റോടി. സംശയിച്ചു, അതെന്താ? നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്നതല്ലല്ലോ, ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ചു പോകുന്നതാണല്ലോ. ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച് തന്നെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇന്ന് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താ?
ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താ? ഇത്രയും വലിയ തോൽവി വന്നത് ഇല്ല. അവർ ധൈര്യപ്പെട്ടു, എല്ലാവരെയും കൂട്ടി പെട്ടകവുമായി പോയി. ഒരു വലിയ യുദ്ധം നടന്നു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? പെട്ടകം പിടിക്കപ്പെട്ടു. പെട്ടകത്തെ വഹിച്ചിരുന്ന ഹോഫ്നിയും ഫിനെഹാസും മരിച്ചു, കൊല്ലപ്പെട്ടു. ഇസ്രായേൽ പിടിക്കപ്പെട്ടു, ചിതറി. വാർത്തയറിഞ്ഞ ഏലി പുരോഹിതൻ വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. ഇതറിഞ്ഞ മകൾ ഫിനെഹാസിൻ്റെ ഭാര്യ വീണ് പ്രസവിച്ചു, അവളും മരിച്ചു. അയ്യോ, ഇതിൻ്റെയൊക്കെ കാരണം എന്താ? ഇപ്പം ഈ അനർത്ഥത്തിൻ്റെ ഒക്കെ കാരണം എന്താ? ഇത്രയും വലിയൊരു അനർത്ഥം ഇസ്രായേലിന് വന്നതിൻ്റെ ഉത്തരവാദി ആരാ? പെട്ടകം പിടിക്കപ്പെട്ടിരിക്കുന്ന സമയമാണ്. പുരോഹിതൻ പോയി, പുരോഹിതൻ്റെ മക്കളും പോയി, ഇസ്രായേൽ ജനം തകർന്നു. ഉത്തരവാദി ആരാ? ഇന്നിപ്പോൾ ഈ യുദ്ധത്തിന് പോകേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇന്ന് ഈ യുദ്ധത്തിന് പോകേണ്ട കാര്യമുണ്ടായിരുന്നോ? യുദ്ധത്തിന് പോകാൻ പറഞ്ഞാരാ? ശമൂവേല. എല്ലാവരും നിശബ്ദം. ശമൂവേൽ പറഞ്ഞാൽ പിന്നെ എന്താ അങ്ങനെ വന്നേ? ശമൂവേൽ പറഞ്ഞാൽ പിന്നെ എന്താ അങ്ങനെ വന്നേ? കഥാസാധനം. അതിന് വചനം, അതിന് ഒരധ്യായവും കൂടെ മുമ്പ് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. കുറേ നാളായിട്ട് കർത്താവ് കാത്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്രായേലിനോട് മാനസാന്തരപ്പെടാനും ഏലി പുരോഹിതനോട് കഠിന വർത്താനം പറഞ്ഞ്, കഠിനമായ ദൂതുകൾ പറഞ്ഞ്, ഏലി പുരോഹിതനോട് ശാപത്തിൻ്റെ വാക്കുകൾ വരെ പറഞ്ഞ് കഴിഞ്ഞ ദൈവം കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. പുരോഹിതന് മാറ്റമുണ്ടോ? ഇല്ല. പുരോഹിതൻ അത്രയും വലിയ ന്യായവിധിയുടെ വാക്ക് കേട്ടപ്പോൾ പുരോഹിതൻ പറഞ്ഞു, യഹോവയല്ലോ അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. പറയണ വാക്ക് കേൾക്കണം. യഹോവയാണല്ലോ അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. കേൾക്ക്. മക്കൾക്കോ ഒരു മാറ്റവും ഇല്ല. പഴയതിനേക്കാൾ ഉപരിയാണ്. അപ്പൻ്റെ വാക്കും കേട്ടില്ല. ഒരു മാറ്റവും ഇല്ല. കർത്താവിന് സ്തോത്രം. സമയം കഴിഞ്ഞു. മാനസാന്തരപ്പെടാൻ സമയമുണ്ട്. ക്രമീകരിക്കാൻ സമയമുണ്ട്. ജീവൻ്റെ നിത്യജീവൻ ലഭിക്കുന്ന കൽപ്പന പുറപ്പെടുവിച്ചാൽ, ഒരു മനുഷ്യന് നിത്യജീവൻ ലഭിക്കാവുന്ന കൽപ്പന കർത്താവ് കൊടുത്താൽ, ആ കൽപ്പന അനുസരിക്കാൻ സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കാത്ത ചട്ടങ്ങളും വിധികളുമാണ് പിന്നെ വരുന്നത്. അതുപോലെ തന്നെ 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്, അക്കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ഏലി പുരോഹിതനും കുടുംബത്തിനും മാനസാന്തരമില്ല. ആ സമയത്ത് ശമൂവേൽ പ്രവാചകനെ ദൈവം സന്ദർശിച്ചു. ശമൂവേൽ പ്രവാചകനിലേക്ക് ശുശ്രൂഷ മാറി. 4-ാം അധ്യായമായപ്പോഴേക്കും ശമൂവേലിൻ്റെ വചനത്താൽ ഇസ്രായേൽ ജനം യുദ്ധത്തിന് പോയി. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പുരോഹിതൻ മരിച്ചതും, മകൾ മരിച്ചതും, 2 ആൺമക്കൾ മരിച്ചതും, ഇസ്രായേൽ ചിതറിയതും, പെട്ടകം പിടിക്കപ്പെട്ടതും സൈന്യങ്ങളെ ദൈവം അറിയാതെയല്ല. ഇത്രയെല്ലാം സംഭവിക്കാൻ തക്കവണ്ണം നിത്യജീവൻ പ്രാപിക്കുന്ന കൽപ്പനയല്ല, ജീവൻ നഷ്ടപ്പെടുന്ന കൽപ്പന. ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കൽപ്പന ശമൂവേലിൽ കൂടി വരുമോ? ദൈവത്തിൻ്റെ വിശ്വസ്തനായ പ്രവാചകനിൽ കൂടി ഇത്രയും ഭയങ്കരമായ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ശുശ്രൂഷ വരുമോ? വരും. ഉദാഹരണമാണ്. ആ 4 അധ്യായം വായിച്ചാൽ മതി. 1 ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം വായിച്ചാൽ മതി. നമുക്കതിന് വ്യക്തമായിട്ടറിയാം. കഥാസ്തോത്രം. ഓർത്തോ ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താനും മാനസാന്തരപ്പെട്ട് അവൻ്റെ വഴിക്ക് വരാനും ദൈവം നോക്കിയിരിക്കുക. ആ ക്രമീകരണത്തിന് വേണ്ടി നോക്കിയിരിക്കുമ്പോൾ ആ ക്രമീകരണം നമ്മൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല.
ആ സമയം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കാത്ത മരണത്തിനുള്ള കൽപ്പനയാണ് പിന്നെ വരുന്നത്. അപ്പോഴും ഈ വചനം ഇങ്ങനെ തന്നെ നിൽക്കും. ഏതാണ് യേശു പറഞ്ഞത്? നിൻ്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയും. ഏത് കൽപ്പനയെന്ന് ഓർത്ത് കൊള്ളണം? പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് ഓർത്ത് കൊള്ളണം? മാനസാന്തരം ഇല്ലാത്തവൻ പ്രാപിക്കുന്ന കൽപ്പനയല്ല. ഹൃദയകാഠിന്യമുള്ളവൻ പ്രാപിക്കുന്ന കൽപ്പനയല്ല. മുഷിഞ്ഞുകൊണ്ട് പ്രാപിക്കുന്ന കൽപ്പനയല്ല. സ്വന്തം പാപത്തിൽ ജീവിക്കുന്നവൻ പ്രാപിക്കുന്ന കൽപ്പനയല്ല. സ്തോത്രം. അവിടെയാണ് നിശ്ചയമുള്ളവൻ. യെരമ്യാ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, നീ ചെന്ന് രേഖാബ്യ ഗൃഹത്തോട് അവരെ വിളിച്ച് എൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നതിന് ശേഷം വീഞ്ഞ് നിറച്ച കുടങ്ങൾ നിറച്ചു വെച്ചേക്കണം. എന്നിട്ട് പാത്രത്തിലൊഴിച്ച് അവരോട് കുടിക്കാൻ പറയണം. പ്രവാചകൻ ഇത് കേട്ട്, യെരമ്യാ പ്രവാചകൻ ആലയത്തിൽ വീഞ്ഞുകൊണ്ടെന്ന് രേഖാബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കുടുംബത്തിലുള്ളവരെ കുടിച്ചുകൊണ്ട് വന്നു ചോദിച്ചു, വീഞ്ഞ് കുടിക്കാൻ കൊടുക്കണം. അപ്പോൾ അവരെ ഒന്ന് സൽക്കരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. വിളിച്ചു. രേഖാബ് ഗൃഹത്തിലുള്ളവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തി കൊണ്ടുവന്നു. യെരമ്യാ പ്രവാചകനുണ്ട്. യെരമ്യാ പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റമറ്റ മാനുഷിക നിലയിൽ പഴയ നിയമത്തിൽ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനാണ്. ആർക്കും സംശയമില്ല. പ്രവാചകനോട് സംസാരിക്കുന്നതിനെ സൂക്ഷിക്കും. രേഖാബ് ഗൃഹത്തിലുള്ളവരെല്ലാം വന്ന് പന്തിക്കിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ കൂടെ വീഞ്ഞ് വിളമ്പി. വീഞ്ഞു കുടിക്കാൻ സന്തോഷിക്കുക നിങ്ങൾ. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇതാര് പറഞ്ഞിട്ട്? ദൈവം പറഞ്ഞിട്ട്. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ മതിയായ ദൈവത്തിൻ്റെ വചനത്തെ, ഉൾനട്ട വചനത്തെ സൗമ്യതയോടെ കൈക്കൊള്ളുകയും. ഒരു കുഴപ്പമില്ല. സൗമ്യത അതിനൊന്നും ഒരു കുഴപ്പമില്ല. ദൈവം പറഞ്ഞ കൽപ്പന, പ്രവാചകൻ കൂടി പറഞ്ഞ കൽപ്പന അങ്ങനെ തന്നെ എടുത്തു, സൗമ്യതയോടെ തന്നെ എടുത്തു. പക്ഷെ ഒരു കാര്യം, പ്രവാചകനെ ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങളുടെ പിതാക്കന്മാർ വഴി മോശ കൊടുത്ത ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ അവകാശ ദേശം വിട്ട് വേറെ എവിടെ പോയിരുന്നാലും തിരിച്ച് എത്തുവോളം വീഞ്ഞു കുടിക്കരുത്, മുന്തിരിവള്ളിയുടെ ഫലം അനുഭവിക്കരുത്, മുന്തിരിവള്ളി നടരുത് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെയും ഞങ്ങളുടെ അപ്പൻ ഏസന്യാവ, ആ കുടുംബ അപ്പൻ ഞങ്ങളുടെ കുടുംബമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചതനുസരിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇന്ന് വരെ അത് ധിക്കരിച്ച് ചെയ്തിട്ടില്ല. ഇന്ന് ഈ വീഞ്ഞു കുടിക്കാൻ ദൈവം പറയുന്നത് അങ്ങനെ പറയുമോ? യെരമ്യാ പ്രവാചകനാണ് പറയുന്നത്. ഞങ്ങളത് പ്രവർത്തിക്കണമോ? അവിടെ ഓർമ്മയ്ക്കൊരു വചനമുണ്ട്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾ അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിക്കാവും. ആവർത്തന പുസ്തകത്തിലുള്ളതാണ്, അത് വചനത്തിലുള്ളതാണ്. അവരുടെ തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നു, വീഞ്ഞു കുടിച്ചില്ല. കാണുന്നവൻ ദൈവത്തിൻ്റെ കൽപ്പനയെ ആ കുടുംബം ധിക്കരിച്ചു. അറിയുന്നവൻ യെരമ്യാ പ്രവാചകനെ അവർ ധിക്കരിച്ചു. സമയം കഴിഞ്ഞപ്പോൾ ദൈവം എഴുന്നേറ്റ് പറഞ്ഞെന്താണെന്നറിയാമോ? ആ കുടുംബം ചെയ്തത് കണ്ടോ? ഞാൻ അവൻ്റെ പിതാക്കന്മാർ മുഖാന്തരം കൊടുത്ത കൽപ്പന അങ്ങനെ തന്നെ അവരനുസരിക്കുന്നു. അങ്ങനെ തന്നെ. നീ ഇസ്രായേൽ ജനത്തോട് പറ, കണ്ടുപിടിക്കാൻ. ആരെ? ഈ വീട്ടുകാരെ കണ്ടുപിടിക്കാൻ. ദൈവത്തിൻ്റെ കൽപ്പനയും പ്രവാചകന്റെ കൽപ്പനയും അവർ ഗണ്യമാക്കാതെ പിതാക്കന്മാർ വഴി ദൈവം ഏൽപ്പിച്ച ആ വിശുദ്ധ കൽപ്പന അവർ സൂക്ഷിച്ച് ഇന്നും ജീവിക്കുന്നു. നിങ്ങളോട് ഞാൻ എത്രയോ പ്രാവശ്യം
എത്രയോ പ്രാവശ്യം എത്ര കൽപ്പന പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. വീണ്ടും വീണ്ടും സൈന്യങ്ങളുടെ ദൈവം അവരോട് പറഞ്ഞു, രേഖാബ് വിഗ്രഹത്തോട് പറഞ്ഞു, കേൾക്കുക, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ കൽപ്പന നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള എൻ്റെ കൽപ്പന, വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന കൽപ്പന, പിതാക്കന്മാർ വഴി ലഭിച്ചിട്ടുള്ള, ഇസ്രായേൽ പ്രാപിച്ചിട്ടുള്ള ആ കൽപ്പന നിങ്ങൾ നിവർത്തിച്ചല്ലോ, മതി. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ ഒരു സന്തതി നിങ്ങളുടെ കുടുംബത്തിൽ അറ്റുപോകില്ല. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. കൽപ്പന പ്രാപിക്കുന്നവൻ ആരായിരിക്കണം? പ്രാപിക്കുന്നത് സൗമ്യതയോടെ പ്രാപിക്കണം. സ്വന്തം ഇഷ്ടമല്ല, അവൻ്റെ ഇഷ്ടം പ്രാപിക്കണം. സൗമ്യതയോടെ പ്രാപിക്കണം. ഹൃദയത്തെ സന്തോഷിപ്പിക്കണം. ആ കൽപ്പന കണ്ണുകളെ പ്രകാശിപ്പിക്കണം. ആ കൽപ്പന വിശ്വസിക്കണം. സൗമ്യതയോടെ ആ വചനത്തെ കൈക്കൊണ്ട് അത് വിശ്വസിക്കുന്നവൻ, അതിനാൽ ഹൃദയം സന്തോഷിക്കുന്നവൻ, അതിനാൽ കണ്ണുകളെ പ്രകാശിക്കുന്നവൻ ദൈവേഷ്ടമേ ചെയ്യൂ. ലോകത്തിൽ പല കാര്യങ്ങളും നടക്കും, പക്ഷേ നാമും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മെ പഠിപ്പിച്ചൊരു പഠനമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് വരുന്ന കൽപ്പന, ഏത് കൽപ്പനയും സൗമ്യതയോടെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഹൃദയകാഠിന്യം നീക്കി, സ്വമേധ പാപം നീക്കി, എന്തെങ്കിലും മുഷിവോ പ്രതികാരമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നീക്കി, അത് നീക്കിക്കളഞ്ഞുകൊണ്ട് ആ വചനം സൗമ്യതയോടെ ആ കൽപ്പന കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇതാ ഞാൻ ആ കൽപ്പന സൗമ്യതയോടെ കൈക്കൊണ്ടിരിക്കുന്നു, അത് എൻ്റെ ഹൃദയം സന്തോഷിപ്പിക്കട്ടെ, എൻ്റെ കണ്ണുകൾ പ്രകാശിക്കട്ടെ. ഇനി ഒരു കാര്യമൂടെ ഉണ്ട്, നിത്യജീവൻ ഇതുവരെയും ലഭിച്ചിട്ടില്ല, അതനുസരിക്കുന്നതോടുകൂടി എനിക്ക് നിത്യജീവൻ ലഭിക്കും. അതെൻ്റെ ശരീരത്തിൽ ആ കൽപ്പന വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും ഉള്ളവൻ അനുസരിക്കുന്നത് കണ്ടാൽ അറിയാം. കൽപ്പന അനുസരിക്കുന്നത് കണ്ടാൽ അറിയാം. നമ്മൾ ലേവി ഗോത്രത്തിൻ്റെ പ്രത്യേകത പഠിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനയാൽ മോശ പറഞ്ഞു, വിഗ്രഹത്തെ ആരാധിച്ചവരെ എല്ലാം കൊല്ലാൻ പറഞ്ഞു. അവർ വാളരിക്ക് കെട്ടി. നിന്റെ കൽപ്പന നിത്യജീവനെ നീ ആക്കുകയും. ദൈവത്തിൻ്റെ കൽപ്പന നിത്യജീവനാണ്. എൻ്റെ തെറ്റുകൾ ഞാൻ ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചിട്ടുള്ളത് ഞാനിന്ന് ദൈവത്തിന് മുമ്പാകെ ഓർക്കുകയാണ്. പലതും സാധിച്ചില്ല, പലതും ധിക്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് ഒരുമിച്ചൊരു തീരുമാനം, ഇന്ന് നമുക്ക് ഇതിന്മേൽ ഒരു സമ്പൂർണ്ണമായ തീരുമാനം. കർത്താവേ, ആ കൽപ്പന ഞാൻ പ്രാപിച്ച് ഞാനതനുസരിച്ച് നിത്യജീവനെ പ്രാപിപ്പാൻ, ആ നിത്യജീവൻ അതനുസരിക്കുമ്പോൾ, ആ ലേവ്യരെ അനുസരിച്ചതുപോലെ വിഗ്രഹത്തെ ആരാധിച്ചവരെ മുഴുവൻ ചെന്ന് കൊല്ലാൻ പറഞ്ഞപ്പോൾ വാളുമായിട്ട് അരക്കിയിട്ട് അകത്ത് കയറി. അന്ന് കൂടാരമാണ്, വീടല്ല, കൂടാരമാണ്. ഓരോ ടെൻറ്റാണ് ഓരോ ഭാഗത്ത്. ഓരോ കൂടാരത്തിൽ സൈഡിലേക്ക് മാറി നിവർന്ന് നിൽക്കാൻ സ്ഥലമില്ല. നേരെ കൂടാരത്തിലേക്ക് കയറി, കയ്യിൽ വാളുമുണ്ട്. ചിലർ ക്ഷീണിച്ച് വന്ന് കിടക്കുന്ന എന്താണെന്നറിയാമോ? വിഗ്രഹത്തെ ചുവന്ന് തുള്ളി അതിൻ്റെ മുമ്പാകെ ഭക്ഷിച്ച് പാനം ചെയ്ത് കൂത്താടി വന്ന് കിടക്കുക. വന്ന് കിടന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ കിടക്കുന്നവൻ്റെ നേരെ വാളും എടുത്തു. വാൾ ഓങ്ങിയപ്പോൾ ഇതാരാത്? മോനെ, ഞാൻ അപ്പനാ.
വിഗ്രഹത്തെ ആരാധിച്ച് അവനെ അപ്പനായിട്ടല്ല തോന്നിയത്, ദൈവത്തിന് വിരോധിയായിട്ടാണ് തോന്നിയത്. വെട്ടി അപ്പനെ വെട്ടി, മകനെ വെട്ടി, സഹോദരങ്ങളെ വെട്ടി. അവിടെ കണ്ണിന് ദയവ് തോന്നിയില്ല. കാരണം ആ വെട്ടുമ്പോഴും ദൈവത്തിന് അവനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. അവൻ സൗമ്യനാണ്, എൻ്റെ ഹിതം ചെയ്യുന്നവനാണ്, എൻ്റെ ഹിതം ചെയ്യുന്ന സൗമ്യനാണ് അവൻ. യേശുവേ, ഇന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവഹിതം ചെയ്യുവാൻ തക്കവണ്ണം അവൻ്റെ കൽപ്പനയെ സൗമ്യത പ്രാപിപ്പാൻ നമുക്കിടവരട്ടെ. ഒരിക്കലും ശാഠ്യത്താലോ ഹൃദയകാഠിന്യത്താലോ ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഉപേക്ഷണം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാം, ഉപേക്ഷണപത്രം കൊടുത്തു. ദൈവത്തിൻ്റെ കൽപ്പനയാണ് ശിമയി ചെയ്തത്. ദൈവത്തിൻ്റെ കൽപ്പന തന്നെയാണ് ഇസ്രായേലും ഏലിയുടെ മക്കളും ചെയ്തത്. ജീവൻ പ്രാപിച്ചോ? ഇല്ല. ആരുടെ തെറ്റ്? അപ്പോഴും കർത്താവ് പറഞ്ഞ വചനം മാറ്റമില്ലാതെ നിൽക്കുന്നു. ദൈവമേ, പിതാവേ, നിന്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു. ഒന്നാമത്, അതിനെ അനുസരിക്കാതെ ശാഠ്യം കാണിച്ചുകൊണ്ട് പ്രതികാര ചിന്തയിലും ദോഷചിന്തയിലും മുഷിഞ്ഞും മുൻപോട്ട് പോകുമ്പോൾ യാതൊരു തരത്തിലും ഇവൻ യഥാസ്ഥാനപ്പെടുകയില്ല എന്ന് കാണുമ്പോൾ ഇത് അടുത്തത് വരുന്നതെന്ന് എന്ത്? ജീവൻ പ്രാപിക്കാൻ സാധിക്കാത്ത കൽപ്പന, രക്ഷപ്പെടാൻ സാധിക്കാത്ത ചട്ടങ്ങളും വിധികളും ഇതാ വരുന്നു. തമ്മിൽ തിരിച്ചറിയാൻ നിവൃത്തിയില്ല. ഹൃദയം കഠിനപ്പെട്ടിരിക്കുക. ഇസ്രായേൽ മക്കൾക്ക് ചിന്തിക്കാം, യുദ്ധത്തിന് പോവുക. ആ കൽപ്പന പ്രവാചകനിൽ കൂടി വന്നുവെങ്കിലും ഇതെന്തായി തീരുമെന്ന് വിശ്വസ്തയുള്ളവർക്കറിയാം. സൗമ്യതയോടെ കൽപ്പന കൈക്കൊള്ളുന്നവർക്കറിയാം ഇതെന്തായി തീരുമെന്ന്. അവരെ ദൈവം